ശ്രീ രാജപ്പള്ളി ഈ പുസ്തകം കണ്ടിട്ടുണ്ടോ? ദിനവിജ്ഞാന കോശം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ദിനവിജ്ഞാന കോശം. എം ജോസഫ് മെക്കിഡോ സാറ് കടമനിറ്റയുടെ കുറവനും കൊടുത്തിയും നിറഞ്ഞു നുള്ളിയ കടമനിറ്റയുടെ നാടായ മെക്കിഡോ അല്ല സാറ് ജോസഫ് സാർ എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകം കണ്ടിട്ടുണ്ടോ? ഞാനിപ്പോ ഈ പുസ്തകം ആദ്യമായിട്ട് കാണുകയാണ്. പക്ഷെ പുസ്തകം ചെറുതായിട്ട് ഓടിച്ചു നോക്കിയപ്പോൾ നമുക്ക് ഒരുപാട് ദിനാചരണങ്ങൾ 365 ദിവസവും ഉള്ള ദിനാചരണങ്ങളെ കുറിച്ച് ഒരുപാട് പ്രതിപാദിച്ചിട്ടുണ്ട്. ദിനാചരണങ്ങൾ 365 ദിവസത്തെ വെച്ച് നോക്കുമ്പോൾ ആയിരക്കണക്കിന് ദിനാചരണങ്ങൾ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് ഈ ദിനാചരണം എം ജോസഫ് മേക്കോ എഴുതിയിട്ടുള്ള ഈ സൈന്ധവ ബുക്സ് ഇറക്കിയിട്ടുള്ള ഈ പുസ്തകം പൂർണ്ണമായിട്ടും നല്ല പുസ്തകമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപാട് വിജ്ഞാനപ്രദമായ പുസ്തകമായിട്ട് തോന്നുന്നുണ്ട്. ഇതേക്കുറിച്ച് സാറിന്റെ ഒരു വിവരണം കിട്ടിയത് നന്നായിരുന്നു. ഞാൻ ഈ പുസ്തകം കൃത്യമായിട്ട് വായിച്ചാണ്. കാരണം നമ്മളുടെ വിചാരം എന്ന് പറയുന്നത് ഈ ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ ഒക്ടോബർ 2 ആ 2 ദിവസങ്ങളിൽ അല്ലെങ്കിൽ ജനുവരി 26 ആ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. പിന്നെ ദിവസങ്ങളോ ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം 365 ദിവസവും വിശേഷ ദിവസങ്ങളാണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലോ. ജനുവരി 26 നമ്മള് അതെ, ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നു. ആ ഓഗസ്റ്റ് 15 തിരുക്കൊച്ചി ഗവൺമെന്റ് കേരള സാഹിത്യ അക്കാദമിക്ക് രൂപം നൽകി 1956. അതിലും പ്രധാനപ്പെട്ട നമ്മുടെ റേഡിയോ ശ്രോതാക്കളല്ലായിരുന്നു. അതെ, തിരുവനന്തപുരം ആകാശവാണിയിൽ പ്രാദേശിക വാർത്താ പ്രക്ഷേപണം തുടങ്ങി 1957. അതായത് ഈ പുസ്തകം കൊണ്ട് കയ്യിലിരിക്കുന്ന ദിവസം നമുക്ക് മാത്രമല്ല എല്ലാ ലൈബ്രറികളിലും അതുപോലെ തന്നെ നമ്മൾ സാഹിത്യ പരിപാടികൾ നടത്തുന്ന സാഹിത്യ സംഘാടകർക്ക്, കോളേജ് അധ്യാപകർക്ക്, കോളേജിലെ വിദ്യാർത്ഥികൾക്ക്, അതുപോലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക്, പൊതുജനങ്ങൾക്ക്, പൊതുവായ പ്രവർത്തകർക്കെല്ലാം ഓരോ ദിവസങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് അത് പഠിക്കാനും അതിന്റെ പരിപാടികൾ സംഘടിപ്പിക്കാനും, പ്രത്യേകിച്ച് സ്കൂൾ തലത്തിലാകുമ്പോൾ അവർക്ക് ഓരോ ബഷീർ അനുസ്മരണം നടത്തണം, അല്ലെങ്കിൽ എസ് കെ പൊറ്റക്കാട് അനുസ്മരണം നടത്തണം, അല്ലെങ്കിൽ ഏതെങ്കിലും മാടൻ ജോലി, അല്ലെങ്കിൽ വിശ്വമഹാകവി വില്യം ഷേക്സ്പിയർ 1614 അന്തരിച്ച വിശ്വമഹാകവി വില്യം ഷേക്സ്പിയർ ജനിച്ചപ്പോൾ വേറെ ഏതെങ്കിലും കവികൾ ജനിച്ചിട്ടുണ്ടോ? അങ്ങനെ സാഹിത്യ സംബന്ധമായും ശാസ്ത്ര സംബന്ധമായും എല്ലാ രീതിയിലും ഏത് കാര്യങ്ങൾക്കും നമുക്ക് 24 മണിക്കൂറും റെഫർ ചെയ്യാൻ പറ്റിയ ഒരു പുസ്തകമാണിത്. വേറെ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ ഏറ്റവും നല്ല വിജ്ഞാന കോശം എന്നാ പറയുക. ദിനാചരണങ്ങൾ എന്നായിരുന്നു നമ്മൾ ഇത്രയും കാലം പറഞ്ഞിട്ടുണ്ട്. ദിനാചരണം ഓരോ ദിവസത്തെയും അത് ഒരു വിജ്ഞാനകോശം വിജ്ഞാനകോശമായിട്ട് വന്നത്. നമുക്ക് സ്റ്റേറ്റിന് ദിനാചരണങ്ങളുണ്ട്, നാഷണൽ ദിനാചരണങ്ങളുണ്ട്, ഇന്റർനാഷണൽ ദിനാചരണങ്ങളുണ്ട്. അപ്പോ ഈ ദിനാചരണങ്ങളെ കുറിച്ചുള്ള ഒരു നല്ല വിവരണം നമുക്കിത് വായിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഓരോ ദിവസത്തെ കുറിച്ച് നമുക്ക് മുൻകൂട്ടി ഒരു ധാരണ അതിനനുസരിച്ച് നമുക്ക് ഒരുങ്ങാനും അത് ആചരിക്കാനും വേണ്ടിയിട്ടുള്ള ആരെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ചാർട്ട് ചെയ്യണമെങ്കിൽ ഈ പുസ്തകം കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് നേരത്തെ ഇത് അറിയാൻ പറ്റും. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാൻ പറ്റും. വായന ദിനം എന്നാണ്, വി.എൻ. പണിക്കരുടെ ജന്മദിനം എന്നാണ്, ചരമദിനം എന്നാണ്. ഇപ്പൊ ഇപ്പോഴും തന്നെ നമ്മള് കുമാരനാശാൻ ചരമശതാബ്ദി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഡേറ്റുകൾ, അതിന്റെ കാര്യങ്ങൾ, പിന്നെ സർക്കാർ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത്, വൈക്കം സത്യാഗ്രഹം. പക്ഷെ ആ ദിവസമാണെങ്കിലും വേറെ വർഷങ്ങളിൽ ലോകത്തും ഇന്ത്യയിലും ഒക്കെ പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത് കൃത്യമായി എത്രയോ പുസ്തകങ്ങൾ, വളരെയധികം പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടാണ് ജോസഫ് സാറ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ദിനാചരണങ്ങൾ ഇപ്പൊ ഈ മുളദിനം, ചിരിദിനം, പിന്നെ വയോജന ദിനം, വനിതാ ദിനം, ഒരുപാട് കൺസ്യൂമേഴ്സ് ദിനം, മനുഷ്യാവകാശ ദിനം, ഇങ്ങനെ ഒരുപാട് ദിനാചരണങ്ങളുണ്ട്. അപ്പൊ ഈ ദിനാചരണങ്ങളെല്ലാം നമുക്ക് ആചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിന് വേണ്ടി, മുൻകൂട്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടി പുസ്തകം നമുക്ക് കയ്യിരിക്കുന്ന എപ്പോഴും നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ പുസ്തകം കണ്ടപ്പോൾ തോന്നിയത്. അത് തന്നെ ആ അഭിപ്രായം തന്നെയാണ് എനിക്ക്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് വാങ്ങിച്ച് അതൊരു മുതൽക്കൂട്ടായിട്ട് ലൈബ്രറിയിലോ വീട്ടിലൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ്. വായിച്ചതിന്റെ അനുഭവം കൊണ്ട് പറയാം.